നമ്മുടെ സ്വന്തം പട്ടാമ്പിക്കടുത്ത് പെരുമ്പിലാവ് എന്നുള്ളൊരു സ്ഥലത്തിനടുത്തായിട്ടാണ് കേട്ടോ. പെരുമ്പിലാവിൽ തന്നെയാണ് ഈ ഒരു വിദ്യാലോകം എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ഉള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എറണാകുളം പോയി വരുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തൊരു ഭംഗി അറിയോ കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ മുന്നേ അച്ചോളും വലിയച്ഛനൊക്കെ വന്ന സമയത്ത് പോയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ രാത്രിയാണ് പോയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വീഡിയോയും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നമ്മളിത് രണ്ടാമത്തെ തവണയാണ് കേട്ടോ പോണത്. ഇവിടെ എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ, കുറേ പേർക്ക് ഇന്നത്തെ കാലത്തെ കുറേ പേർക്ക് ചിലപ്പോൾ അറിയുന്നതുണ്ടാവില്ല. പഴയ കാലത്തെ ആൾക്കാർക്ക് എന്ന് വെച്ചാൽ നമ്മളുടെ അച്ഛനമ്മമാർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ അധികം കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. സാധാരണ ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. പക്ഷെ നമുക്ക് രാത്രി സമയങ്ങളിലൊക്കെ നമുക്കിവിടെ ചിലവഴിക്കാനൊക്കെ നല്ല രസമാണ്. ഫാമിലിക്കൊപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ സുഖമായിട്ട് നമുക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ഒക്കെ പറ്റും. നമ്മളവിടെ പോയപ്പോൾ പഴംപൊരിയും അതുപോലെ തന്നെ ചായയും മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സഡ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ല ഭംഗിയാട്ടോ കാണാൻ വേണ്ടിയിട്ട്. നമ്മളിതിൻ്റെ എൻട്രൻസ് കഴിഞ്ഞ് അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഫുൾ കാടുകളാണ്. നമ്മൾ മഞ്ഞുമൽ ബോയ്സ് സിനിമയിലെ മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ ആർട്ട് ഡയറക്ടറാണ് ഈ ഒരു പ്രോപ്പർട്ടി ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ ആണെന്നാണ് നമ്മൾ അറിഞ്ഞത് കേട്ടോ. പെരുമ്പിലാവ് എന്നുള്ള ഈ ഒരു പണ്ടത്തെ ബോർഡ് മീൻസ് നമുക്ക് ഈ റോഡ് സൈഡിനൊക്കെ കാണാറുണ്ടല്ലോ, അങ്ങനത്തെ. ഇവിടെ പോയിട്ടുള്ളവർ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പോവാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ തവണയെങ്കിലും പോയിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കൂ കേട്ടോ. പഴയ കാലത്തെ ടീ ഷോപ്പുകളും അതുപോലെ തന്നെ പലചരക്ക് കടകൾ, തിയേറ്റർ, അതുപോലെ തന്നെ നമ്മൾ പണ്ട് ഈ ഒരു സ്റ്റുഡിയോ ഒക്കെ ഇല്ലേ, നമ്മുടെ ഭാവന സ്റ്റുഡിയോ ഒക്കെ ഇല്ലേ, അതേപോലത്തെ സ്റ്റുഡിയോകളും എല്ലാം നമ്മൾക്ക് വേണ്ടിയിട്ട് വരുന്ന കസ്റ്റമേഴ്സിന് ഒന്നും കൂടെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇവരൊന്ന് റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളവിടെ ചെന്നപ്പോൾ നമ്മളുടെ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു, അവരോട് സംസാരിക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ അവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ പ്രോപ്പർട്ടീസൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഒരു ചായ കുടിച്ച് വരികയാണെങ്കിൽ തന്നെ നമുക്ക് വേറെ എവിടെയോ ചെന്നൊരു ഫീലാണ്. സാധാരണ ഒരു റെസ്റ്റോറൻ്റ് ആയിട്ട് ഇത് കമ്പയർ ചെയ്യാൻ ഒട്ടും പറ്റില്ല. ഞങ്ങൾ അവിടെ ചെന്നിട്ട് എവിടേക്കാണ് പോകേണ്ടത്, എങ്ങടെ തിരിയേണ്ട എന്നുള്ളൊരു അവസ്ഥയായി പോയിട്ടോ. എന്നു വെച്ചാൽ നമ്മളത് അങ്ങനെ കാണാത്തൊരു, ഞാനും കുട്ടിയൊക്കെ ചിലപ്പോൾ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ള പരിചയമില്ലേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഇങ്ങനെയായിരുന്നു അല്ലേ പണ്ട്. അമ്മയും അച്ഛനൊക്കെ പറഞ്ഞു തരുന്നു, പണ്ട് ഇങ്ങനെയാണ് പലചരക്ക് കട, അതുപോലെ തന്നെ സ്റ്റുഡിയോ, പിന്നെ കുഞ്ഞു കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് രസമായിട്ട് നമ്മൾ നടന്ന് ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യത്തെ തവണ പോയപ്പോൾ മാളുവിനെ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ പരാതിയും വരവും കുറേ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയപ്പോൾ മാളുവിനെ കൂട്ടിയിട്ടാട്ടോ പോയത്. പലചരക്ക് വ്യാപാരം കണ്ടു. പണ്ടത്തെ ആ ഒരു ലിപിയിലൊക്കെ എഴുതിയിട്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇനിയും ഇവരുടെ വർക്ക് അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പുറത്ത് ഇത് അവിടെ ഗുരുവായൂർക്ക് ഇവിടുന്ന് 15 കിലോമീറ്ററേ ഉള്ളൂ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ പണ്ട് ഇങ്ങനത്തെയൊക്കെയല്ലേ നമ്മളുടെ റോഡ് സൈഡിനൊക്കെ കാണാറുള്ളത്, ചെമ്മീനിലെ ഓരോ ബോർഡും കാര്യങ്ങളും. ഞാൻ വിചാരിക്കുകയാണ്, അപ്പോൾ പഴയ കാലത്തെ ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾക്കൊക്കെ പഴയ കാലത്തെ പറ്റി പറയുമ്പോൾ അവർക്കൊന്നും അറിയണില്ലല്ലോ. എങ്ങനെയാണ് പണ്ടത്തെ കടകൾ, അതുപോലെ തന്നെ തിയേറ്റർ എങ്ങനെയാണ്, അങ്ങനത്തെ ഒന്നും അറിയണില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരിലേക്ക് എത്തിക്കാൻ എന്തായാലും ഈ ഒരു ആർട്ട് ഡയറക്ടർ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് അതൊക്കെ ചെയ്തെടുക്കണം എന്നുള്ളൊരു ഫീലാണ് കേട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വേറൊരു ലോകത്തെത്തിയ പോലെയാണ്. നമ്മളുടെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിലേ അല്ല, പഴയ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ നമ്മൾ പണ്ടത്തെ മറ്റേ ഈ പാട്ടൊക്കെ ഇല്ലേ, ചെമ്മീനിലെ പാട്ടൊക്കെ ഇല്ലേ, ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഇത്ര പഴയ കാലത്ത് കണ്ടോ, നിങ്ങൾ തിയേറ്റർ കണ്ടോ, എന്തൊരു ഭംഗിയാണ്. പഴയ രീതിയിൽ തന്നെ ഇവർ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ടച്ച് ഒന്നും മാറാതെ അതിൻ്റെ ആ ഒരു ഭംഗിയോട് കൂടി തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതിലാണ് നമുക്ക് കൂടുതലായിട്ട് വരുന്ന കസ്റ്റമേഴ്സിന് കൂടുതലായിട്ട് ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം. എന്തായാലും എല്ലാവർക്കും ഇവിടെയൊക്കെ വരാം, ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. കുറേ നേരം നമ്മളുടെ ഫാമിലി ഫ്രണ്ട്സിനോടൊക്കെ കണ്ടോ, ജയൻ്റെ ഒക്കെ കണ്ടോ, ഒരു വലിയൊരു കട്ട് ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ, അങ്കക്കുറി. അച്ഛൻ എന്നിട്ട് ഇങ്ങനെ വലിയ രാജാവിനെ പോലെ ഇങ്ങനെ നിൽക്കുക, എങ്ങനെ ഉണ്ട് എന്ന്. ഞാൻ പറഞ്ഞു, അച്ഛ അത് ജയൻ, ഇത് ജയനല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്നും ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ തിയേറ്റർ ഒന്നും കണ്ടിട്ടില്ല. ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ്സിനൊക്കെ 1 രൂപ, 3 രൂപ, 2 രൂപ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിക്കുക, ഇന്നൊക്കെ ഒരു ടിക്കറ്റ് എടുത്ത് നമ്മളൊരു മാളിലാണെന്നുണ്ടെങ്കിൽ പറയേ വേണ്ട. അല്ലാണ്ട് ഇപ്പോൾ ഒരാളൊന്ന് സിനിമ കണ്ട് വരണം എന്നുണ്ടെങ്കിൽ തന്നെ 500 രൂപ, 600 രൂപ എന്തായാലും ആയിട്ടുണ്ടാവും. അപ്പം ഞാൻ എന്നിട്ട് പറയുമായിരുന്നു, എന്തൊരു ഭംഗി അറിയോ, ഭംഗിയൊന്നും കളയാതെ പഴമയൊന്നും നശിപ്പിക്കാതെ ആ ഒരു ഭംഗിയോടുകൂടി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്യാവശ്യം കഴിവ് വേണം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അല്ലേ. പണ്ട് നമ്മൾ പലചരക്ക് കട, ഇപ്പം ഇങ്ങനത്തെ പലചരക്ക് കടയൊന്നും ഇല്ലല്ലോ, എല്ലാം സൂപ്പർ മാർക്കറ്റും ഹൈപ്പർ മാർക്കറ്റും ആയി മാറിയില്ല. ഇങ്ങനത്തെ മരപ്പെട്ടിയൊക്കെ വെച്ചിട്ടുള്ള പലചരക്ക് കടയൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ, നമുക്കതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ പണ്ടത്തെ കിണറിൽ ഇങ്ങനെ ഈ വലിച്ചു കോരുന്ന സ്ഥലത്ത് ഇങ്ങനെ സൗണ്ട് ഉണ്ടാവുന്ന രീതിയിൽ നമ്മളൊരു
കൊടുക്കാറില്ലേ പണ്ടത്തെ. അപ്പോൾ ഇതൊക്കെ പണ്ടാണെങ്കിൽ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ 4 കെട്ടിലൊക്കെ അല്ലേ ഉള്ളൂ. ഇതൊക്കെ ഇവിടെ വെച്ച് സെറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പോഴും നിങ്ങളുടെ ആരെങ്കിലും വീട്ടിൽ ബന്ധുക്കളെ വീട്ടിലൊക്കെ ഇപ്പോൾ നമ്മളുടെയും എവിടേക്കോ ഉണ്ട് തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മളിപ്പോൾ കണ്ടിട്ട് കുറേയായി. പിന്നെ ഇത് നീലേശ്വരത്ത് ഇതേപോലെ അച്ഛൻ്റെ വീട്ടിൽ ഇതേപോലെ ഇങ്ങനെ കുമ്പളം കെട്ടി വെക്കുന്ന ഒരു ഓർമ്മ അത് പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തറവാട്ടിലൊക്കെ ഉണ്ടാവാറുണ്ട് ഇങ്ങനെ കുമ്പളവും മത്തൻ കെട്ടി വെക്കാറില്ലേ, കുമ്പളവും പിന്നെ അതുപോലെ തന്നെ വേറെന്താ കേടുവരാത്തത്, അങ്ങനെ കുറേ നാൾ നിൽക്കുന്നൊരു സാധനമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ കെട്ടി ഇതേപോലെ തന്നെ കതിരും എല്ലാം അങ്ങനെ കെട്ടി വെക്കാറുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് തന്നെ. ആ ഒരു പഴമയൊന്നും നാശമാവാതെ നശിപ്പിക്കാതെ എന്നാണ് ഞാൻ പ്രത്യേകിച്ച് പറയാൻ നിൽക്കുന്നത്. നാശമാവാതെ തന്നെ നമ്മൾക്ക് അത്രയും വരുന്നവരെ ഹാപ്പിയാക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിട്ട് എന്തായാലും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പേഴ്സണലി വേറെ എവിടെയും എത്തിയ ഫീലാണ്, ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങളിവിടെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു തവണയെങ്കിലും ഒന്ന് പോയി നോക്കൂ കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇതൊരു പുതിയ അനുഭവമാവും. ഡൈനിങ് സ്പേസ് ആയിട്ട് തന്നെ കുറേ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ കുഞ്ഞു കുഞ്ഞു ഓടിട്ട കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അതിന് തൊട്ടടുത്ത് തന്നെ ഒരു വാട്ടർഫോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവർ. ഇത് ഒറ്റ പാറക്കല്ലെന്നാണ് കേട്ടോ പറഞ്ഞത്. അതിനവർ ഇതാക്കി എടുത്തിരിക്കുകയാണെന്നാണ് പറഞ്ഞു കേട്ടത്. നല്ല ഭംഗിയായിട്ട് തന്നെ ആ ഒരു വാട്ടർഫോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അമ്മ എന്നിട്ട് ഓരോന്നും മാളിന് പറഞ്ഞു കൊടുക്കുക. മാള് ഫസ്റ്റ് ടൈം ആട്ടോ ഇത് കാണുന്നത്, നമ്മളിത് സെക്കൻഡ് ടൈം. അതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞല്ലോ അച്ചോളുടെ കൂടെ വന്ന സമയത്ത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതന്ന് രാത്രി ആയതുകൊണ്ട് വലിയതായിട്ട് ക്ലിയർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആ വീഡിയോ ഉണ്ട് തോന്നുന്നുണ്ട്, ഞാൻ അതും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ എന്തായാലും ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എനിക്ക് നിങ്ങളെല്ലാവരും അവിടെ പോകണം എന്നാട്ടോ ആഗ്രഹം. അപ്പം നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഇപ്പോൾ ഒന്നും പറ്റിയില്ല, വെറുതെ ചായ കുടിക്കാൻ മാത്രമേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ എന്നാലും നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടു പോരാലോ. അതിനിപ്പോൾ പ്രത്യേകിച്ച് കാശിലൊന്നും ഇല്ലല്ലോ. നമ്മൾ എല്ലാവരും കൂടെ ഇപ്പോൾ ഫാമിലി ആയിട്ട് നിങ്ങൾ ഈ ഒരു പെരുമ്പലാവ് എന്നുള്ളൊരു സ്ഥലത്തിന് ചുറ്റും പോകുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും കയറി നോക്കൂ കേട്ടോ. ഇപ്പോൾ ഇത് കുറേ പേര് ഇവിടേക്ക് വരാറുണ്ട് എന്നൊക്കെയാണ് അറിഞ്ഞത്. വേറെ എൻട്രി ഫീയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നമ്മൾ ഒരു റെസ്റ്റോറൻറ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് മേലെ നിന്ന് ഒരു ഹട്ട് എന്നുള്ള രീതിയിൽ, ട്രീ ഹട്ടൊക്കെ എന്നുള്ള രീതിയിൽ മേലെ നിന്നും നമുക്ക് വേണമെങ്കിൽ ഫുഡ് കഴിക്കണമെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു പ്ലാവിൽ എന്തോരം ചക്കയാ, എന്ത് ഭംഗി അറിയാം കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ചക്ക കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ മലയാളികളുടെ ഒരു വികാരമാണല്ലോ അല്ലേ ചക്കയും മാങ്ങയൊക്കെ എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് കണ്ടുകഴിഞ്ഞപ്പോൾ പിന്നെ ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാതെ പിന്നെ എനിക്ക് ഇരിക്കാൻ പറ്റിയില്ല. അതിനുശേഷം പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇടയിലാണ് കേട്ടോ നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അത് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. ഇതൊന്ന് ഓപ്പണിങ് ആവുന്ന സമയത്താണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഇവിടെ വിദ്യാലോകം എന്ന് പറഞ്ഞ വേറെ ഒരു സെറ്റ് ഇട്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റും. അമ്മ എന്നിട്ട് പറയായിരുന്നു ഒരലും ഒലക്കി എന്താ കണ്ടു അമ്മൂന്ന്. ഇതൊക്കെ ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും കാണാൻ മാത്രം, വേറെ എവിടെയെങ്കിലും പോയി കാണാനുള്ള അവസ്ഥയായിട്ട് മാറിയിട്ടുണ്ട്. സ്വന്തം വീട്ടിലൊന്നും എന്തായാലും ഉണ്ടാവില്ല. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളിങ്ങനെ കാലം മാറുമ്പോൾ നമ്മളും അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഓരോലും ഒലക്കൊന്നും ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുപോലെ നമ്മളുടെ ഈ ഒരു കുതിരവണ്ടി അല്ലേ, കുതിരവണ്ടി എന്നാണ് ഞാൻ പറഞ്ഞത്. കാളവണ്ടിയുടെ മറ്റേ ചക്രം, ആ ചക്രമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. നല്ല ഭംഗിയായിട്ട് രാത്രിയൊക്കെ ആണെന്നുണ്ടെങ്കിലും പകലാണെന്നുണ്ടെങ്കിലും. ഇവിടെ പക്ഷേ പകൽ എന്ന് പറഞ്ഞാൽ 5 മണി തൊട്ടേ ഓപ്പണിംഗ് ടൈം ഉള്ളൂ കേട്ടോ. 5 മണി തൊട്ട്, ഇനിയിപ്പോൾ ഈ നോമ്പുള്ള സമയത്ത് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. 5 മണി തൊട്ടാണ് ഇവിടെ ഓപ്പണിംഗ് ടൈം, രാത്രി വരെയാണ് കേട്ടോ. അമ്മ അമ്മിക്കുട്ടിയും കണ്ടപ്പോഴേ അമ്മ വിടണില്ല. എന്നിട്ട് കുട്ടി പറയാം ഞാൻ കുറച്ച് വെള്ളം തളിച്ച് തരാം, അമ്മ ഇത്തിരി ചമ്മന്തി അരച്ചു തരുമോ എന്നൊക്കെ ചോദിക്കുക. പക്ഷെ അമ്മിക്കല്ലും കുട്ടിയൊക്കെ നമ്മളവിടെ ഉണ്ട് കേട്ടോ. അതിപ്പോൾ സാധാരണ സ്വാഭാവികമായിട്ടും എല്ലാവരുടെ വീട്ടിലും ഒരു അമ്മിക്കല്ലും കുട്ടിയെങ്കിലും ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണം കേട്ടോ. പെരുമ്പിലാവ് എന്നുള്ള ഈ ഒരു ബോർഡൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ പഴയ കാലത്ത് എങ്ങനെ ഇവരത് റീക്രിയേറ്റ് ചെയ്തെന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ, എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയണില്ല. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഒരു തവണ 1-2 തവണ എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ ഉള്ളതേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ പോയി ഇതാവുമ്പോൾ നമുക്ക് ആ ഒരു ഇത് കിട്ടുമല്ലോ. രാത്രിയൊക്കെ ആകുമ്പോൾ ഫുൾ ലൈറ്റും പുക. ഈ ഏറ്റവും കൂടുതൽ കാര്യം പറയാനുള്ള എന്താ പറയുക, ഇവിടെ ഒരു പുകയുണ്ട്, സ്മോക്ക്. നല്ല രസമാണ്. പക്ഷെ അത് സ്മോക്കായിട്ടുള്ളതല്ല, വാട്ടറാണ് നമ്മൾക്കിങ്ങനെ സ്പ്രെഡാക്കുന്നത്. പക്ഷെ അത് നമ്മളുടെ ദേഹത്താവുക അങ്ങനത്തെ സംഭവമൊന്നുമില്ല. പിന്നെ ചുറ്റോറും നല്ലോണം ഗാർഡനിങ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫോട്ടോസും വീഡിയോസും ഫോട്ടോഷൂട്ട് വരെ നടത്താൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിട്ട് പഠിപ്പുര കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എനിക്കെന്തോ പേഴ്സണലി ഒരുപാട് ഇഷ്ടമായി. നമുക്ക് കുറച്ച് നേരം നമ്മൾക്കൊന്ന് റിലാക്സ് ചെയ്തിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റി. നമുക്ക്
നമുക്ക് അധികം പൈസ ചിലവൊന്നുമില്ല. നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചായ കുടിക്കണമെങ്കിൽ കുടിച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോസും അല്ലെങ്കിൽ ജസ്റ്റ് അവിടെ കണ്ടുവരാനുള്ള ആഗ്രഹം കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് പോകാൻ വേണ്ടി പറ്റും. നമ്മൾ വേറൊരു ലോകത്ത്, വിദ്യാലോകം എന്ന് പറയണേക്കാൾ നല്ലത് മായാലോകം എന്ന് പറയുന്നതായിരിക്കും. കാരണം പഴയ ഒരു ലോകത്തിലേക്ക് തിരിച്ചു പോകാൻ കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ അച്ഛനെയും അമ്മേനെയൊക്കെ ഒന്ന് കൊണ്ടുപോയി ഒന്ന് കാണിക്കുക. അവർ നിങ്ങൾക്ക് കുറേ അധികം കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. കടത്തനാട്ട് മാക്കം. അടിപൊളി തന്നെ, സൂപ്പർ സൂപ്പർ, അടിപൊളി ചെല്ലേ. മിസ്റ്റ് മിസ്റ്റ് ഏതോ ഒരു ലോകത്തെത്തിയ പോലില്ലേ. തിരിഞ്ഞും മറിഞ്ഞും വീഡിയോ എടുത്ത് കളിക്കാം. എന്താ ഇവിടെ ഓരോരോ ഫുഡ് കോർട്ടാണ്. ഇത് അവിടുത്തെ ടീ ഷോപ്പ്. ഇവിടെ നിന്ന് ജസ്റ്റ് കയറി വെക്കാം. അതെ 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 അതെ. ബെഞ്ചും ഡെസ്ക് ഒക്കെ ഇട്ട്. എന്താ പേരെന്താ? ഭഗവതി വിലാസം. ഭഗവതി വിലാസം കാപ്പി ക്ലബ്ബ് പേര്. രാവിലെ കുറച്ചുകൂടെ ഭംഗി ഉണ്ടായിരുന്നു വീഡിയോ എടുക്കുമ്പോ. ആ ചക്ക ഉണ്ടായിരുന്നു അല്ലേ. രാവിലെ കുറച്ചുകൂടെ ഭംഗി ഉണ്ടായിരുന്നു കാണാൻ. അതാ ഞാൻ വൈകുന്നേരത്തിന്റെ മുന്നേ എത്തിക്കാൻ. പക്ഷെ മനസ്സിലാവണില്ലേ കുറച്ചൊക്കെ. ഇതാ ഇവിടെ കഥാ നമ്മള് വരുന്നതനുസരിച്ച് വരും മിസ്റ്റ്. ഇതാ ആ മോളില് ഒരു വേറൊരു സെറ്റപ്പ്. അതെ 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 അതെ. പലചരക്ക് വ്യാപാരം ഏതെങ്കിലും രസല്ലേ. അതാ കണ്ട മിക്സ്ചറിനൊക്കെ. ആ സെക്കൻഡ് 5 സെക്കൻഡ് 10 സെക്കൻഡ്. ആ അതെ അതെ. നടക്കൂ നടക്കൂ. ഭാവന സ്റ്റുഡിയോ, ഭാവന ടൈലേഴ്സ്. ജയൻ ഉണ്ടോ അവിടെ? ജയനെ കണ്ടോ? അതെ അതെ. രാവിലെ വരണായിരുന്നു പക്ഷെ നഷ്ടായി പോയി. അപ്പൊ കറക്റ്റായി. ആ
അപ്സര ടൈലറിംഗ് സെന്റർ. രസമുണ്ടല്ലേ? അത് പകല് വരണം, അല്ലെങ്കിൽ ഒരു ഈവനിങ് അല്ലേ, ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോ. അവിടെ തന്നെ ഒരു തണുപ്പ് കിട്ടും. കഴുകനും സ്വർഗരാജ്യം. ആ മുകളിലും ഉണ്ട്. ദർശന സ്റ്റുഡിയോ. വരും അങ്ങ് ഇത് കൂടെ അച്ഛ ഇവിടെ കണ്ടില്ലല്ലോ. വിദ്യാലോകം. അല്ല അതെന്തേലും ഒറിജിനൽ തന്നെ. ഇവിടെ നല്ല രസമാട്ടോ. ഇങ്ങനെ ഒരു മരത്തിൻ്റെ ഒരു തടിക്കഷ്ണം ഇട്ടതുകൊണ്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. ഇവിടെ ചുറ്റിലും കുറച്ച് ഗാർഡനും കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കിപ്പോൾ ഫാമിലി ഫോട്ടോസോ അങ്ങനെ ഇപ്പോൾ കപ്പിൾ ഫോട്ടോസോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിട്ട് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായിട്ടോ ഈ ഒരു സ്ഥലവും അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റുവട്ടവും ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. നിങ്ങളുടെ അഭിപ്രായമാണ് വിലയേറിയത് കേട്ടോ. കാരണം നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മളെല്ലാവരും കൂടെ എന്നിട്ട് സെൽഫി എടുക്കാം എന്ന് പറഞ്ഞിട്ടിങ്ങനെ ഞാനും മച്ചോളും വലിയച്ഛനും അച്ഛനും അമ്മയും കുട്ടും ഒക്കെ കൂടെ ഞങ്ങളെല്ലാവരും കൂടെ ഫോട്ടോ എടുക്കണം കേട്ടോ. നല്ല രസമായിട്ട് നമ്മൾ അന്നത്തെ ഡേ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ നിങ്ങളും ചെയ്യൂ കേട്ടോ. അതെ ഇതന്നെ നമ്മളാ പൂളിന്റെ സൈഡിലൊക്കെ വെച്ചേക്കെ. ഇത്ര വലുതാവും അത്. പഠിപ്പുര അല്ലേ? പഠിപ്പുര അല്ലേ? ആ പണ്ടത്തെ പഠിപ്പുര. ആ റൗണ്ട് ഉള്ള റിങ് ഉള്ള വാതില് അല്ലേ? ആ അതെ, നല്ല രസമുണ്ട്. പക്ഷെ അതാ ഞാൻ പറഞ്ഞത്, രാവിലെ ആണെച്ചെങ്കിൽ നിങ്ങള് പഴയ കാലത്തേക്ക് പോയേനേന്ന്.